ഞാൻ വന്ന കാലഘട്ടത്തിൽ, അതായത് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സങ്കല്പമായിരുന്നു. വളരെ ചുമന്ന് തുടുത്ത് നല്ല പുഷ്ടിയുള്ള ശരീരമുള്ള അങ്ങനെയുള്ള ആളായിരുന്നു. അപ്പോൾ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് ഉണ്ടെങ്കിൽ, മസിൽസും അതുപോലെ ആണെങ്കിൽ അവൻ വില്ലനാണ്. കാരണം ഹീറോയ്ക്ക് അടിക്കാൻ ഒരു മുതൽ കിട്ടി എന്നുള്ളൊരു സംഭവത്തിൽ ആ ഒരു കോൺസെപ്റ്റ് നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ വന്നത്. ഭരതനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചിലമ്പിനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 7 വർഷം ഞാൻ വില്ലനായിട്ട് കണ്ടിന്യൂ ചെയ്തു. അതിനിടയ്ക്ക് വൈശാലി, അപരാഹ്നം, ശയനം അങ്ങനെയുള്ള, പിന്നെ ഉപ്പുകണ്ടം ബ്രദേഴ്സ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്തു. അപ്പോൾ ഉപ്പുകണ്ടം ബ്രദേഴ്സ് ഞാൻ ഹീറോ ആകാനുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു. ഉപ്പുകണ്ടം ബ്രദേഴ്സ് അത് നല്ല ഗൈഡ് കിട്ടുകയും ഒരു ഹീറോ പരിവേഷം എനിക്ക് ആ സിനിമ തന്നു. അത് കഴിഞ്ഞ് ഗാന്ധാരി വന്നു. അപ്പോൾ തന്നെ ഒരു 7 വർഷം ഞാൻ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഈ സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ പോയി അടിമേടിക്കുക, ഹൈദരാബാദിൽ പോയി അടിമേടിക്കുക, ചെന്നൈ പോയി അടിമേടിക്കുക, തിരിച്ച് മലയാളത്തിൽ വന്ന് മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ അടിമേടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരുന്നു. 7 വർഷം കഴിഞ്ഞപ്പോൾ ഐ ബിക്കേം എ ഹീറോ. അപ്പോൾ അങ്ങനെയാണ് ഗാന്ധാരി, പൂർണ്ണ പ്രദേശം കഴിഞ്ഞ് ഗാന്ധാരി, ഭരണകൂടം, ചന്ത, കടൽ, സ്പെഷ്യൽ സ്ക്വാഡ്, അങ്ങനെ ഒരു 10 പടം ഒരുമിച്ച് ഹിറ്റായി. അങ്ങനെയാണ് ഞാൻ ഹീറോ പരിവേഷം ആവുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ബ്രേക്ക് വന്നു. US പോയി മാരേജ്, കല്യാണം കഴിഞ്ഞ് അവിടെ കുറച്ച് സെറ്റിൽ ചെയ്തു. കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇടയ്ക്ക് ഞാൻ ബാബുവിൻ്റെ കൂടെ കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. പിന്നെ കായംകുളം കൊച്ചുണ്ണി, ഗ്രാൻഡ് മാസ്റ്റർ, ഇടുക്കി ഗോൾഡ്, പിന്നെ മദനോത്സവം. അപ്പോൾ അങ്ങനെ കുറേ പടങ്ങൾ വന്നു. അപ്പോൾ അതും എന്താ പറയുക, ഒരു തിരിച്ചുവരവിൻ്റെ ഒരു പാതയായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ഒരു ഹീറോ സംഭവത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ശരീരഘടന എന്ന് പറയുന്നത് നമ്മൾ ആ കഥാപാത്രം ആകാനേ പറ്റുള്ളൂ. ഇപ്പോൾ അപരാഹ്നത്തിലെ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എനിക്ക് തന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു 88 കിലോ നല്ല മസ്കുലറായിരുന്നു. നല്ല ഇതൊക്കെ ചെയ്ത് ഹീറോ ആകാനുള്ള ഒരു സംരംഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഡയറക്ടർ പറഞ്ഞു, ഈ ഒരു ശരീരം നമ്മുടെ നന്ദകുമാറിന് പറ്റില്ല. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു, ബാബു തന്നെ ഒരിക്കലും ഇത് മാച്ചാവില്ല, അയാളെങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പോൾ എന്നോട് ഡയറക്ടർ പറഞ്ഞു, പുള്ളിയുടെ ഫാദറിൻ്റെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു, പഴയ ബനിയനുണ്ടല്ലോ, കുറച്ച് കീറലൊക്കെ ഉള്ളത്, പുള്ളിയുടെ ഫാദറിൻ്റെ, ബാബു ഇതിൽ ഫിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു 10 വെയിറ്റ് കുറച്ച് നമ്മളങ്ങനെ ഫിറ്റ്. അപ്പോൾ ഓരോ പടത്തിനും നമ്മൾ ശരീരഘടന മാറ്റിയെടുക്കണം. പിന്നെ ബോഡി ലാംഗ്വേജ്, ഇപ്പം അതായത് വൈശാലിയിലെ രാജാവിൻ്റെ ബോഡി ലാംഗ്വേജ് ഒരിക്കലുമല്ല കടലിലെ ബാബുട്ടിക്ക്, അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററിനകത്തെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കത്തില്ല ഈ മദനോത്സവത്തിൽ വന്നത്. അപ്പോൾ നമ്മൾ മാറി മാറി ചിന്തിക്കുക, മാറി മാറി പെർഫോം ചെയ്യുക. ഡയറക്ടർക്ക് എന്താണ്, അല്ലെ സ്ക്രിപ്റ്റ് എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ വന്ന കാലഘട്ടത്തിനെ പറ്റി പറഞ്ഞല്ലോ, അതിപ്പം മാറി. ഇപ്പം മസിൽസ് ഉണ്ടെങ്കിൽ ഹീറോ ആണ്. ആ ഒരു ഭയങ്കര ചേഞ്ച് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ബോഡി ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് വിത്തൗട്ട് മസിൽസ് ഹീറോ അല്ല. അന്ന് താടി ഉണ്ടെങ്കിൽ വില്ലനായിരുന്നു. ഇന്ന് ഹീറോയ്ക്ക് താടി വേണം, താടി മസ്റ്റായി ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൻ്റെ ചേഞ്ചസ് വരും.